ദില്ലി മദ്യനയ കേസിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ദില്ലിയിൽ വൻ പ്രതിഷേധം. ദില്ലി മന്ത്രി അതിഷയും അറസ്റ്റിൽ. അതിഷയെ വലിച്ചിഴച്ചാണ് പോലീസ് കൊണ്ടുപോയത്. അരവിന്ദ് കെജ്രിവാളിനെ 2 മണിക്ക് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഇതിനിടെ അറസ്റ്റിനെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം ദില്ലി മദ്യനയ കേസിൽ കെ കവിതയ്ക്ക് ജാമ്യമില്ല. സിബി ജോസഫുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിബി, വലിയൊരു പ്രതിഷേധം തന്നെയാണ് ദില്ലിയിൽ കണ്ടുവരുന്നത്. പ്രതിഷേധം ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് മാറുന്നു. മന്ത്രി അതിഷയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു. നേതാക്കളെ വലിച്ചിഴച്ചാണ് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? കീർത്തി, ഒരു 3 മണിക്കൂറിലധികമായി തുടരുന്ന പ്രതിഷേധം, ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 500-ലധികം പ്രവർത്തകരാണ് നിരവധി ബസ്സുകളിലായി ഇപ്പോൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കും തോറും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണുന്നു. സ്ത്രീകളടക്കമെല്ലാം നിലയും വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഈ മന്ത്രിമാരായ അധ്യക്ഷയും സൗരഭ് ഭരദ്വാജിനെയും ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. നിരവധി പോലീസ് വാഹനങ്ങളിലായി ഈ സ്ത്രീകളെയും എല്ലാത്തിനെയും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും BJP സർക്കാരിനെതിരെ വലിയ ജനരോക്ഷമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിലെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ തലവൻ, ദേശീയ കൺവീനറായ യുദ്ധത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നതിനകത്ത് യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ദില്ലിയിലെ ഈ ITO ജംഗ്ഷനിൽ ഒത്തുകൂടുകയും അവിടെ നിന്നും വലിയ രീതിയിൽ സംഘങ്ങളായി ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുകയായിരുന്നു. പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചുകൊണ്ടായിരുന്നു, റോഡിൽ ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സമരം ഉണ്ടായിരുന്നത്. ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പോലീസും കേന്ദ്രസേനയും എല്ലാ നിലയും വലിയ രീതിയിൽ ഇടപെടുകയും പിന്നീട് പ്രവർത്തകർ എല്ലാ നിലയും വലിച്ചിഴിച്ച് വാഹനങ്ങളിലാക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. പക്ഷേ പിന്നീട് ചെറിയ സംഘങ്ങളായി വീണ്ടും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടും അവസാനിക്കുന്നില്ല. ഇപ്പോഴും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും. अगर जो ईमानदारी से कोई फैसला आएगा तो सबको मंजूर है और जनता को मंजूर होता है. अगर जो कुछ गलत होगा तो वो भी कोर्ट का फैसला तो सबको मानना पड़ता है, हम भी मानेंगे. लेकिन गलत फैसला होगा वो भी मानेंगे और सही फैसला होगा वो भी मानेंगे. തീർച്ചയായും അതുപോലെ തന്നെ വലിയ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമാണ് ഇപ്പോഴും ദില്ലിയിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ IT പോലെ മെട്രോ സ്റ്റേഷൻ അടക്കം അടച്ച് വൈകിട്ട് 6 മണി വരെ അടച്ചിട്ടുണ്ട്. പൂർണ്ണമായും നിരോധാജ്ഞയാണ് ഡൽഹിയിലാകമാനമുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുന്നു. BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഇത്തരത്തിൽ വലിയ കർശനമായ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. ദില്ലി റോസ് അവന്യൂ കോടതിയിലും അതോടൊപ്പം തന്നെ EDയുടെ ആസ്ഥാനത്തെല്ലാം നിലയും വലിയ രീതിയിൽ സമാനമായ രീതിയിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ടും കേന്ദ്രസേനയെ ഉപയോഗിച്ചെല്ലാം നിലയും കനത്ത സുരക്ഷാ വലയത്തിലാണ് ദില്ലി നഗരം ആകമാനം. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും തോറും കൂട്ടമായി ചെറിയ സംഘങ്ങളായി വീണ്ടും സ്ത്രീകളടക്കം എത്തുന്ന ഒരു കാഴ്ച കാണുന്നു. ഇവരെല്ലാം നിലയും വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഏകദേശം 500-ലധികം ആളുകളെയാണ് ഇപ്പോൾ തന്നെ ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറിലധികമായി ഈ ഒരു പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു. എന്തായാലും വലിയൊരു സംഘർഷാവസ്ഥയിൽ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പ്രവർത്തകരെ പോലീസ് ബലമായി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ കഴിഞ്ഞത്. ഇവരെല്ലാം നിലയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇന്നിപ്പോൾ ദില്ലിയിലെ 2 മന്ത്രിമാർ അതിഷയെയും സൗരഭ് ഭരദ്വാജിനെയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. കൂടാതെ ഈ ആം ആദ്മി പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെല്ലാം നിലയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കുമെന്ന് AAP അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ നിയമ പോരാട്ടത്തിനൊപ്പം തന്നെ രാഷ്ട്രീയമായ പോരാട്ടം കൂടി ആം ആദ്മി പാർട്ടി തുടരുകയാണ്. പ്രതിപക്ഷ സഖ്യം എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPIയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും എല്ലാവിധ പിന്തുണയും ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളും നൽകിയിട്ടുണ്ട്. CPIയും ഇതിനെ ശക്തമായി അപലപിച്ചിരുന്നു. മോദി സർക്കാർ ഭയം കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് CPIയും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഇത്തരത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബവുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയും എല്ലാവിധ നിയമസഹായം നൽകുമെന്നും വാഗ്ദാനം ചെയ്തു. അങ്ങനെ എല്ലാ നിലയും എല്ലാ പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ നേതാക്കന്മാരും വളരെ വലിയ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. എന്തായാലും ഇപ്പോഴും ഈ ഒരു പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല. ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പോലീസ് എല്ലായിടത്തും ബാരിക്കേഡിൽ വെച്ചെല്ലാം തന്നെ പോലീസിൻ്റെ സേന
നിലയും ഇവിടെ വിന്യസിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ എത്തുന്നതനുസരിച്ച് പോലീസ് വാഹനങ്ങളിൽ പ്രതിഷേധക്കാരെ മാറ്റുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കൂടി കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രതിഷേധക്കാരെ പൂർണ്ണമായും മാറ്റാൻ ഇപ്പോഴും പോലീസിനും കേന്ദ്രസേനയ്ക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രാജ്യ തലസ്ഥാനം കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. കീർത്തി.